വരുമാപത്തിൽ നൽകുണതാൻ, പെരും താപത്തിൽ നൽകണൽ താൻ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും വരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഏതൊരു രാജ്യത്തും വിവിധ വകുപ്പുകളെ നിയന്ത്രിക്കുവാൻ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരിക്കും. അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ആ വകുപ്പുകൾ പ്രവർത്തിച്ചു വരുന്നത്. സിസ്റ്റം തകരാറായാൽ എല്ലാം തകരാറിലാകും. പ്രകൃതിയിലേക്ക് നോക്കിയാൽ എത്ര കൃത്യമായാണ് അവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാവും പകലും മഴയും മഞ്ഞും വേനലും എല്ലാം കൃത്യമായി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. തിരമാലകൾ അതിക്രമിച്ച് കടക്കാതിരിക്കാൻ മണലിനെ നിയന്ത്രണ വസ്തുവായി വെച്ചിരിക്കുന്നു. ആര് നിഷേധിച്ചാലും ഇവയുടെയെല്ലാം പിന്നിൽ ഒരു നിയന്ത്രണ വ്യക്തിത്വമുണ്ട് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. സർവശക്തനായ ദൈവമാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നതെന്ന് ബൈബിൾ നിസ്സംശയം വെളിപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ഉന്നതമായ നിയന്ത്രണം ഉണ്ട്. മക്കളെ നിയന്ത്രിക്കുവാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ശരിയായ മാർഗത്തിലൂടെ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവർ വഴിപഴച്ചു പോകുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ യുവതലമുറയെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാനുള്ള കൂടുതൽ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് ഉള്ളത്. മുമ്പത്തെക്കാളും അധികം ഇന്നത്തെ യുവജനങ്ങൾ പലതരത്തിലുള്ള ലഹരികൾക്ക് അടിമകളാണ്. എത്ര ജീവിതങ്ങളാണ് ഇത് മുഖാന്തരം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി വ്യാപനം തടയുവാനായി ഭരണകൂടങ്ങൾ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ അതിനൊരു ഉദാഹരണമാണ്. നിയമവും അധികാരവും ഉപയോഗിച്ച് ഇവ തടയുവാൻ ഒരു പരിധി വരെ കഴിഞ്ഞേക്കാം. എന്നാൽ അതിനെല്ലാം ഉപരിയായി ബോധവൽക്കരണത്തിലൂടെ സ്വയം നിയന്ത്രണത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യവും മയക്കുമരുന്നും മാത്രമല്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആഡംബര ജീവിതത്തിനുള്ള ഭ്രമം ഒരു ലഹരിയാണ്. അതിനുവേണ്ടി പണം കണ്ടെത്താൻ ഏത് ഹീനമാർഗവും അവർ ഉപയോഗിക്കും. ഇത് സമൂഹത്തിൽ തിന്മയായി മാറും. ബൈബിൾ പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഇത് അന്ത്യകാലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ചില ലക്ഷണങ്ങൾ മനുഷ്യ സ്വഭാവത്തിലെ മാറ്റങ്ങളായി ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിലെ 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും ആയിത്തീരും. ഇത്തരം മുന്നറിയിപ്പുകളെ നാം അവഗണിച്ച് കളയരുത്. സെയിൻറ്റ് പോളിൻ്റെ വാക്കുകൾ ഇതോടുള്ള ബന്ധത്തിൽ ഉദ്ധരിക്കട്ടെ. ഇഹലോകത്തിലേക്ക് നാം ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുകയുമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും കെണികളിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമാണല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനനായി തീർന്നിരിക്കുന്നു. നീയോ ഇവ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, താഴ്മ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. എന്നാൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയും. നമ്മുടെ ജീവൻ്റെ ഉടയവനായ ദൈവത്തെയും ദൈവം കൽപ്പിച്ച വചനത്തെയും അനുസരിച്ച് ജീവിക്കുക. ആത്മസംയമനം പാലിക്കുവാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. മറ്റുള്ളവരെല്ലാം നമ്മെ നിയന്ത്രിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കട്ടെ. അതിനായി സ്വമനസാലെ നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. ഗോഡ് ബ്ലസ് യു. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ,